നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ പുള്ളെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. നല്ല അന്തരീക്ഷമാണ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. സന്തോഷമായില്ലേ? വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അല്ലേ? നല്ലൊരു അന്തരീക്ഷം. വേനൽമഴ പെയ്ത കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രശ്നങ്ങളാണ്. പെയ്ത് കഴിഞ്ഞാൽ കാരണം നെല്ല് നശിച്ചു പോകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ഓ, അങ്ങനെയുണ്ട് അല്ലേ? ലക്ഷങ്ങൾ ഇവിടെ വേനൽ മഴ പെയ്താൽ നെല്ല് കർഷകരെ സംബന്ധിച്ച് നെഞ്ചിടിപ്പാണ്. ഈ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമെങ്കിലും അല്ലേ, അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് ഇവിടെ നെല്ല് പെയ്താൽ, മഴ പെയ്താൽ നെല്ല് കർഷകർക്ക് പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് അല്ലേ. ഇപ്പൊ ഈ പാടശേഖരങ്ങളൊന്നും കൊയ്തിട്ടില്ല. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞു, പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നാശനഷ്ടത്തിൽ കാര്യങ്ങൾ പോകും. ഓക്കെ, നമസ്കാരം. താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പേരെന്താണ്? മോഹൻദാസ് അല്ലേ? എന്താ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ? തെരഞ്ഞെടുപ്പ് ആണോ? തെരഞ്ഞെടുപ്പല്ല, നമ്മൾ ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പൊ വളരെ കടുത്ത ചൂടാണ്. ഈ മഴ പെയ്താൽ അത് കുഴപ്പമാണ്. നെല്ലൊക്കെ തന്നെ വിളഞ്ഞ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കിടക്കാണ്. നമ്മൾ ഈ കോൾപ്പാടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, ഈ കോൾപ്പാടങ്ങൾ എന്ന് പറയുന്നത് സാധാരണ കേരളത്തിൽ ഇപ്പോൾ പൊന്നാനി മലപ്പുറം മേഖലയിലുണ്ട്. നമ്മളതിനെ പൊന്നാനി കോൾപ്പാടം എന്ന് പറയും. ഇത് തൃശ്ശൂർ കോൾപ്പാടമാണ്. അപ്പോൾ തൃശ്ശൂർ കോൾപ്പാടത്തിന്റെ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്നവയാണ് കോൾപ്പാടങ്ങളിൽ. 1 മീറ്റർ താഴെയാണ്. അതായത് 0.5 മുതൽ 1 മീറ്റർ വരെ താഴെയാണ് ഇത്തരം നെൽപ്പാടങ്ങളുള്ളത്. എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇവിടെ നിറയെ വെള്ളക്കെട്ടായിരിക്കും അല്ലേ? അപ്പം അവിടെ ധാരാളം ദേശാടന പക്ഷികളൊക്കെ വരും. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് 250-ലേറെ ദേശാടന പക്ഷികൾ വന്നു പോയിട്ടുണ്ട് അല്ലേ? ഒട്ടേറെ ദേശാടന പക്ഷികളുള്ള ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിനോദസഞ്ചാരികൾ എത്തും. ഞങ്ങളിത് രാവിലെ വന്നപ്പോഴും കുറച്ച് വിനോദസഞ്ചാരികളൊക്കെ വന്നു. അപ്പോൾ പുള്ളിൻ്റെ ഒരു പ്രകൃതി ഭംഗി, ഒരു ജൈവ ഭംഗി, ഒരു തണ്ണീർത്തടത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം, ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ് പുള്ള. പക്ഷേ പുള്ളിലെ പ്രത്യേകത, കോൾപ്പാടത്ത് കഴിഞ്ഞ ജനുവരിയിലാണോ വിളവിറക്കിയത്? ആണോ? ഡിസംബർ ജനുവരിയാണോ? ഡിസംബർ ജനുവരിയിൽ വിളവിറക്കിയതാണ്. പക്ഷേ ഇതുവരെയും ആ പാടം കൊയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പെയ്യുന്ന മഴ ഈ കോൾപ്പാടത്തെ കർഷകരെ സംബന്ധിച്ച് ഒരു നെഞ്ചിടിപ്പേറ്റും എന്ന കാര്യത്തിലും സംശയമില്ല. നമ്മളിവിടെ ഈ കണ്ട മനോഹരമായ കാഴ്ചയും അന്തരീക്ഷത്തിലും അപ്പുറം ഈ കോൾപ്പാടത്തെ കർഷകർക്ക്, തൃശ്ശൂരിലെ മനുഷ്യർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊപ്പം അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്ത നിങ്ങൾ കേട്ടിരുന്നോ ഇന്നലെ? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നൊരു സംശയമുണ്ട്. സംശയമുണ്ട്. ഉണ്ടോ അങ്ങനെ? ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ഡ്രാമയാണ്. ഇഡി ഇലക്ഷൻ ഡ്രാമയാണോ ഇത്? തർക്കല്ലേ, അത് അങ്ങനെ തന്നെ. ഇനിയും ഇതുപോലെ തന്നെ ഇനിയും വീണ്ടും പലത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്താ അവസ്ഥ? നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ആണ് ഇലക്ഷൻ ഡ്രാമയാണോ? തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപിക്ക് അത് തിരിച്ചടിയാവോ? എൻ ഡി എ ഭരണകൂടം ചില വ്യക്തികളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിൽക്കുന്ന, എൻ ഡി എക്ക് വിരുദ്ധമായി നിൽക്കുന്ന നേതാക്കളെ അവസാനിപ്പിച്ചാൽ എൻ ഡി എക്ക് ജയിച്ചു വരാമെന്നൊരു ധാരണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭയപ്പാടിലായിരിക്കുന്നു ഇന്ത്യയിലെ. തീർച്ചയായും ഉത്തരേന്ത്യയിൽ ഭയപ്പാടിലാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമം നടത്തി. ദക്ഷിണേന്ത്യയിൽ നടന്നില്ല. ഉത്തരേന്ത്യയിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിലും ക്ലച്ച് പിടിക്കില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഭയപ്പാടിലാണ് എൻ ഡി എ എന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാവും. തിരിച്ചടിയാവോ? തീർച്ചയായിട്ടും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തീർച്ചയായിട്ടും അവർക്ക് വലിയ തിരിച്ചടി. കാര്യം വേണ്ടത്ര തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയില്ല. ആകെ പിടിച്ചത് 70,000 രൂപയാണ്. ഇത് ഇലക്ട്രൽ ബോണ്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ 1 ലക്ഷം രൂപ ആണെന്നില്ലേ? അല്ല, വീട്ടിൽ 70,000 രൂപയാണ് ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പിടിച്ചത്. എന്നിട്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നാണ് ഇന്നലെ ആം ആദ്മി പാർട്ടി പറയുന്നത്. മോദി തീർച്ചും ഭയപ്പാടിലാണ്. വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ നാടകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാടകമാണോ? എന്താ അവസ്ഥ? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തിരിച്ചടിയാവും. രാജ്യത്ത് നടക്കുന്നത് ഇപ്പോൾ വളരെ വലിയ അഴിമതിയാണ് കേന്ദ്ര ഭരണത്തിന്റെ എതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ഒരു നാടകീയമായ ഒരു അറസ്റ്റ് ആണെന്നാണ് ജനങ്ങൾ ജനാധിപത്യത്തിനോടുള്ള വലിയ വെല്ലുവിളിയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും സുനിൽകുമാർ തന്നെ ജയിക്കുള്ളൂ. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് നമുക്ക് രണ്ടാമത് പറയാം. ഞാൻ അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്തയിലേക്കാണ് വന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്തയുടെ ഒരു വിശദാംശം നമുക്കൊന്ന് എടുത്തിട്ട് നമുക്ക് മറ്റു ചർച്ചയിലേക്ക് വരാം. എന്താ അവസ്ഥ? ചേട്ടന് വ്യത്യസ്തമായ നിലപാടുണ്ട്. തീർച്ചയായിട്ടും. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ന്യായമാണോ? ന്യായോ അന്യായോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ തെറ്റ് ചെയ്തവർക്കാണ് ഇപ്പോൾ ഭയപ്പാടിൻ്റെ ആവശ്യമുള്ളത്. അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അറസ്റ്റ് സമയം ഒരു പ്രധാനമല്ല. അത് ഞാൻ പറയുന്നു, സമയമല്ല അതിൻ്റെ. മടിയിൽ കനമുള്ളവർക്കാണല്ലോ പേടിക്കണ്ടോ. പക്ഷേ 2023 ഫെബ്രുവരിയിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അതിനുശേഷം സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്ത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ചെയ്യുന്നതിനകത്തൊരു സംശയം ഉണ്ടാവില്ല. തെളിവില്ലാണ്ട് അറസ്റ്റ് ചെയ്യോ? തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യോ? അതെന്തായാലും കോടതിയാണ്. അതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തില്ല സിസോദി. അപ്പം നമുക്ക്